നമ്മുടെ തിരഞ്ഞെടുപ്പ് എന്താണ്? ജീവിത ഉടമ്പടിയാണ്. ദൈവത്തോട് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ചെയ്യുകയാണ് ജീവിതം. അങ്ങനെയുള്ളവരെന്താണ് ഉദ്ദേശിക്കുന്നത്? അവരിവിടെ ഉള്ള വിജയമോ അത് തന്നെ ഇവിടെയുള്ള മൽപ്പിടുത്തമോ അതിൻ്റെ അകത്തുള്ള ജയമോ ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത്. എന്താണ്? നിത്യതയാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഉടമ്പടിയുടെ യഥാർത്ഥ ഉടമ്പടിയിൽ നമുക്ക് വരുന്നൊരു ഗുണമെന്ന് പറയുന്നത്. നിത്യത എപ്പോഴും ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കണത്? എന്തുകൊണ്ടാണ് നമുക്ക് ഉടമ്പടി കിട്ടിയത്? മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സംഭവിച്ചതുകൊണ്ടല്ലേ ഉടമ്പടി കിട്ടിയത്. ഉടമ്പടി കിട്ടിയത് നമുക്ക് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം 2004 സംഭവിച്ചതാണ്. അത് 10 കൊല്ലം അതിനെക്കുറിച്ച് യാതൊരു ടോക്കുമില്ല. 10ാമത്തെ കൊല്ലം ഞാൻ വാടിപ്പെട്ടി പോയപ്പോൾ പറഞ്ഞു, നീ അകത്ത് കയറണ്ട, ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. അഭ്യാസമൊന്നും വേണ്ട. കാര്യം എന്താണ്? നിൻ്റെ അടുത്ത് ഞാൻ നേരെയാണ് പ്രത്യക്ഷപ്പെട്ടത്. ഇവിടെ ഞാനൊരു നിഴൽ പോലെയാണ് പ്രത്യക്ഷപ്പെട്ടത്. അവരെന്ത് മനോഹരമായിട്ടാണ് ആ പ്രത്യക്ഷഗണത്തെ അംഗീകരിച്ചിരിക്കുന്നത്. നീ ആരെയൊക്കെ പേടിച്ചത് പൂത്തിവെച്ചില്ലേ, നിൻ്റെ ആത്മകാര്യത്തിന് കടമാണെന്ന് പറഞ്ഞ്. അതാണ് എന്നെ കാത്തു കയറ്റാഞ്ഞത്. നീ മരിച്ചു ചെന്നാൽ നിനക്കിത് കടമാകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ രണ്ടും കലപ്പ് ഇവിടെ വന്നു വെച്ചാൽ എന്ത് ചെയ്യുന്നറിയോ? ഒരു തൂണെടുത്ത് വെച്ചിട്ട് ആദ്യം അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ലൂർദ് മാതാവിനെ പ്രതിഷ്ഠിച്ചു. അതാണ് ആ മാതാവ്. ആദ്യം പ്രതിഷ്ഠിച്ച മാതാവ് അവിടെ ഇരിക്കണത്. ഇവിടെ പുതുക്കുന്ന സ്ഥലത്തിരിക്കണില്ലേ, അതാ മാതാവാണ്. മാതാവിനെ പ്രതിഷ്ഠിച്ചിട്ട് ഒരു പ്രാർത്ഥനയും തുടങ്ങി. അമ്മയുടെ പ്രത്യക്ഷഗണത്തിൻ്റെ ദശവത്സര പ്രാർത്ഥനയിൽ അമ്മ ആഗ്രഹിക്കുന്നൊരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണം. ജനങ്ങൾക്ക് ചീട്ടടിച്ചു കൊടുത്ത് കൊച്ചു പ്രാർത്ഥന അടിച്ചു കൊടുത്തിട്ട് അമ്മയുടെ പ്രത്യക്ഷഗണത്തിൻ്റെ ഭാഗമായി അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ. എന്നിട്ട് ഇവിടെ ഉള്ളവർക്കെല്ലാം കൊടുത്തിട്ട് അവസാനം ഞാനിവിടെ ജോസി എന്ന് സഹോദരൻ്റെ ഇവിടെ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ജോസി പറഞ്ഞപ്പോൾ, ജോസി ഇതിൻ്റെ ഒരു 10,000 കോപ്പി അടിക്കണം, മല ഇറങ്ങി വരുന്ന എല്ലാവർക്കും കൊടുക്കണമെന്ന് പറഞ്ഞു. മലയാറ്റൂർ മല കയറാൻ പോണില്ലേ, അതിൻ്റെ ചവിട്ടിപ്പോയി നിന്നിട്ട് ഇറങ്ങി വരുന്ന അണ്ണന്മാർക്കെല്ലാം കൊടുക്കണം. മാതാവിൻ്റെ പ്രത്യക്ഷഗണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, അതിൻ്റെ സ്ഥിരീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. അപ്പോൾ ഈ ഒരു ബോധം ഇങ്ങനെ 6 മാസം കഴിഞ്ഞപ്പോഴാണ് അമ്മ ഉടമ്പടി പ്രാർത്ഥന തരണത്. അതാണ് അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി എന്ന് പറയുന്നത്. അമ്മ ചോദിച്ചത് എന്താ? അമ്മ ആഗ്രഹിക്കുന്നൊരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണം. അപ്പോൾ കൃപാസനത്തിൽ നിറവേറണം. അത് എന്ത് പ്രാർത്ഥന എന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. ഞാൻ വാടിപ്പെട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ നാക്കിയ വന്ന പ്രാർത്ഥനയാണത്. അമ്മ ആഗ്രഹിക്കുന്നൊരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ. അപ്പം കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ പ്രത്യക്ഷീകരണം കൊണ്ട് ദൈവം കലക്കും, ഒരു സംശയമില്ല കാര്യം. കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വൃത്തിയും മേനയോടെ നേരെ ചൊവ്വയാണ് ഉടമ്പടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ വിവരം അറിയും. കാര്യം എന്താണ്? ഇത് സീൽഡാണ്. എന്തിൻ്റെ സീൽഡാണ്? അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സീൽഡാണ്. ഞാൻ പ്രത്യക്ഷീകരണം ഏറ്റുപറഞ്ഞ് എന്ത് വന്നോടുത്ത് വെച്ച് കാണാം, അല്ലെങ്കിൽ ദൈവം കണ്ടോളൂ എന്നും പറഞ്ഞുകൊണ്ട് 2004 സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷീകരണം ഞാൻ റിസ്ക് എടുത്ത് ഏറ്റുപറഞ്ഞപ്പോഴാണ് അമ്മ അത് ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് കൺവേർട്ട് ചെയ്ത് തന്നത്. ഇതുപോലെ നിങ്ങൾ ഈ പ്രത്യക്ഷീകരണത്തിന് ഏറ്റുപറഞ്ഞാൽ ഉടമ്പടി പെട്ടെന്ന് കത്തും. അതാണ് എപ്പോഴും നമ്മൾ ഉടമ്പടി എപ്പോഴും ഫയറാക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ഈ പ്രത്യക്ഷീകരണമാണ്. അതായത് ഞാനിപ്പോൾ അലക്സിനും അതുപോലെ തന്നെ സിസ്റ്റേഴ്സൊക്കെ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ നിങ്ങളുടെ സാക്ഷ്യം എടുത്തിട്ട് അത് പ്രത്യക്ഷീകരണത്തിൻ്റെ എക്സ്പ്രഷൻസ് എന്തുമാത്രം അതിൻ്റെ തൊണ്ടെന്ന് നോക്കിയിട്ട് അതനുസരിച്ചാണ് സാക്ഷ്യം വ്യാഖ്യാനിച്ച് തരണത്. അതെല്ലാം ഓരോ സാക്ഷ്യവും പ്രത്യക്ഷീകരണത്തിൻ്റെ തെളിവുകളാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കൃപാസനത്തിൽ ഞാൻ പരിശുദ്ധ അമ്മ വഴി അങ്ങയോട് ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി ജീവിത രീതി എന്നെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയാക്കാൻ എന്നെ തന്നെ ഒരുക്കുന്നതായിട്ട് ഞാൻ ഏറ്റുപറയുകയും എന്നെ സുവിശേഷത്തിന്റെ
സാക്ഷിയാകാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ശ്രുതികടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.